ഞാൻ പോയില്ല, എനിക്കൊന്ന് തിരക്കുണ്ട്, കല്യാണമൊക്കെ എന്നെ വിളിച്ചു തരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ നല്ല അടിപൊളി ജീവിതം എന്ന് പറഞ്ഞാൽ സാറ് റീൽസ് ഒക്കെ കണ്ടില്ലേ, അവര് നല്ല ലക്ഷറി. എങ്ങനെയാണ് അവര് തമ്മിൽ പരിചയമായെന്നുള്ള അറിയാമോ? ഇവർ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള ഓഡിയോ, ഇന്നലെ ഞാനൊരു ഓഡിയോ എൻ്റെ ചാനലിലൂടെ ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട്. അതായത് ഈ മേഘ, അഖിലനാറിയുടെ വൈഫ് ഒളിച്ചോടിപ്പോയ കഥയൊക്കെ ഒരു വിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. മേഘ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടതിൻ്റെ പുറകെ മുഖ്യധാര മാധ്യമങ്ങൾ, മനോരമ, മാതൃഭൂമി, ഇതുപോലത്തെ ന്യൂസ് പേപ്പറുകളൊക്കെ അവരുടെ ഓൺലൈൻ എഡിഷനിലൊക്കെ ഈ ന്യൂസ് വന്നു. അതിൻ്റെ പേരിൽ ജിനൂസ് എന്നുള്ളൊരു വ്യക്തിനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു ഓഡിയോ ഞാൻ നല്ല ഇട്ടിരുന്നല്ലോ. ആ വ്യക്തി ഇന്ന് മറുനാടനോട് സംസാരിക്കുന്ന ഒരു വോയിസ് ഉണ്ട്. അപ്പോൾ അയാൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഇന്നലെ സംസാരിച്ച കേസിൽ, കാരണം കമൻറ്റ് ബോക്സൊക്കെ നോക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യം ഉണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരം വരുന്നത്. അപ്പോൾ പുള്ളി സംസാരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് എടുത്ത് പറയണം. മാത്രമല്ല, എൻ്റെ ആ ഓഡിയോ കണ്ടവർക്കൊന്നും കൂടി വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇയാളിപ്പോൾ ഈ ഒരു സംഭവം ഇന്നലെ ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇയാൾ അവരുടെ വീടുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളൊരു വ്യക്തി. ഇങ്ങനത്തെ ഒരു വോയിസ് അയാൾ പുറത്ത് വിടുന്ന സമയത്ത് അയാൾ നല്ല കാര്യമല്ല ചെയ്തു എന്നുള്ള കാര്യം ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. വല്ലാത്തൊരു ബന്ധു എന്ന് പറഞ്ഞു, വല്ലാത്തൊരു പരിചയക്കാരെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഓഡിയോ ഒന്ന് മനസ്സിലാവുന്നത്, ഇയാളും ആ വ്യക്തി, അതായത് മേഘയുടെ അച്ഛനും ഇയാളും തമ്മിൽ വളരെ ക്ലോസ് ആയിരുന്നു. മേഘയുടെ അച്ഛൻ എന്തോ മെൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് എന്തൊക്കെയാണ്. അപ്പോൾ ഈ ഒരൊറ്റ വിഷയത്തിൽ ഇവർ തമ്മിൽ തെറ്റാണ്ടായ കാരണം എന്താ വെച്ചാൽ, ഈ മേഘയ്ക്കും അവരുടെ വീട്ടുകാർക്കും ഈ ഒരു വിഷയം, ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയി എന്നുള്ളൊരു സംഭവം അവിടെ കാണിക്കാതിരിക്കാനുള്ളൊരു പരിപാടി അവിടെ നടത്തിയിരുന്നതാണ് ഇയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏതായാലും ഞാൻ ഈ വോയിസ് കംപ്ലീറ്റ് പ്ലേ ചെയ്യാം. അതിന് ശേഷം ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചെറിയൊരു ഹിൻഡ് തരാം. ഈ ഒരു വിഷയം ബ്ലോഗർമാർ സംസാരിച്ചപ്പോൾ, ഏത് റിയാക്ഷൻ, ബ്ലോഗർമാരല്ല, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ സംസാരിച്ചപ്പോൾ ഏത് രീതിയിലാണ് സമൂഹം, ദി സോ കോൾഡ് സമൂഹം വാളെടുത്ത് വന്നതെന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലേ? സീക്രട്ട് ഏജൻറ്റ് ഈ ഒരു വിഷയത്തിൽ, സായി ഒരു വിഷയത്തിൽ സംസാരിച്ച സമയത്ത് അതിനെ കൊല വിളിച്ചിട്ടുണ്ട്. അതിന് ഏകദേശം ഞാൻ പറയാം, അങ്ങനെ സുഹൃത്ത് ബന്ധം എന്ന് വെച്ചാൽ എന്താ, വീട്ടിലടുപ്പിക്കാൻ പറ്റാത്ത, സുഹൃത്തായിട്ട് അടുപ്പിക്കാൻ പറ്റാത്തവെന്നൊക്കെ പറഞ്ഞിട്ട്, അത് മാത്രമല്ല ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്ത ആൾക്കാരൊക്കെ ഗോസിപ്പാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇത് ഇന്ത്യ മൊത്തം ചർച്ച ചെയ്തൊരു വിഷയമാണ്. പാൻ ഇന്ത്യൻ റീച്ചാണ്. അതിൽ ഈ മനോരമ, മാതൃഭൂമി പോലുള്ള ആൾക്കാർ സംസാരിച്ച് ഇപ്പോൾ നിങ്ങളൊക്കെ നോക്കിക്കാണുന്ന ആൾക്കാരായിട്ടുള്ള ഈ ഒരു മറുനാടൻ പോലുള്ള ചാനലുകളൊക്കെ ഇതിനെക്കുറിച്ച് ഇത് ചെയ്തു, വാർത്ത ചെയ്തു, വീഡിയോ ചെയ്തു, ഇതിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് തരിക എന്നുള്ള കണ്ടീഷനിൽ. അപ്പോൾ നമ്മളും ഈ ഒരു അപ്ഡേറ്റ് തരികയാണ്. ഇയാൾ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. അതിൽ ചില കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. ജിമോനെ, ഈ അഖിൽ NRDയും മേഘയും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പല വാർത്തകളും കണ്ടെങ്കിലും പേഴ്സണൽ മാറ്റർ ആണല്ലോ എന്നോർത്ത് ഞാനങ്ങ് വിട്ടിരുന്നു. അപ്പം നമ്മൾ ഇതുവരെ അതിനെ കുറിച്ചൊരു വാർത്ത ചെയ്തില്ല ഇത്രയും കാലമായിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അഖിലിനെ അറിയാമായിട്ടും ഞാൻ അത് വിട്ടുകളഞ്ഞിരുന്നു. ഇപ്പോ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അവളുടെ വീട്ടിലേക്ക് ബസ് ഡ്രൈവറുടെ സഹായത്തോടെ പോയി എന്നും പറഞ്ഞാണ് ചില വാർത്തകൾ ഒടുവിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മേഘയായിട്ടും അഖിലുമായിട്ടും ഒക്കെ, പ്രത്യേകിച്ച് മേഘയായിട്ടും നല്ല ബന്ധം ജീമോൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ജീമോനെ സംഭവിച്ചത്? ജീമോൻ ഒന്ന് പറഞ്ഞു എങ്ങനെയാന്ന്. ഇത് ഞാന് ഈ മേഘയുടെ അച്ഛന്റെ ഒരു ഫ്രണ്ടാണ്. നേരത്തെ മുതൽ നല്ല ബന്ധമുണ്ട്. നേരത്തെ മുതൽ ഒരു 3-4 വർഷത്തോളമായി ഉള്ള ബന്ധമാണ്. അല്ല, അന്ന് ഈ മേഘ ബ്ലോഗർ അറിയപ്പെടുന്ന ആളൊന്നും അല്ലല്ലോ. അല്ല, അറിയപ്പെടുന്നത് ഈ കല്യാണം കഴിഞ്ഞ് ഞാനുമായിട്ട് ബന്ധം തുടങ്ങിയ പിന്നെയാണ് കല്യാണമൊക്കെ മേഘയുടെ കഴിഞ്ഞത്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഈ കല്യാണത്തിന് ഞാൻ പോയില്ല, എനിക്കൊന്ന് തിരക്കുണ്ട്, കല്യാണമൊക്കെ എന്നെ വിളിച്ചു തരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ നല്ല അടിപൊളി ജീവിതം എന്ന് പറഞ്ഞാൽ സാറ് റീൽസ് ഒക്കെ കണ്ടില്ലേ, അവര് നല്ല ലക്ഷറി. എങ്ങനെയാണ് അവര് തമ്മിൽ പരിചയമായെന്നുള്ള അറിയാമോ? ഇവര് സ്നേഹിച്ച് കെട്ടിയതാ. ഈ അഖില് ഈ അച്ഛന്റെ വീടിന്റെ അടുത്തുള്ള നൂറനാട് അടുത്തടുത്തുള്ള. ഇതാണ് ഈ ഒരു വിഷയത്തിൽ സംസാരിച്ച സമയത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. സ്നേഹിച്ച് വിവാഹം കഴിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതിനുശേഷം ഒരുമിച്ച് ജീവിച്ചിട്ട് അപ്പം പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അതിന്ന് ഊരാൻ വേണ്ടിയിട്ട് എന്താ പ്രശ്നം എന്നുള്ള കാര്യങ്ങളറിയില്ല, അതിന്ന് ഊരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തു. അതിലാണ് നമുക്ക് എതിർപ്പുള്ളത് കേട്ടോ. അങ്ങനെ സ്നേഹിച്ച് കെട്ടിയതാ. അപ്പൊ സ്കൂളിൽ പോകുമ്പോഴുന്ന വഴിക്കൊക്കെ 9ാം ക്ലാസ് തൊട്ടുള്ള സ്നേഹമാണെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ സ്നേഹിച്ച് 7 വർഷത്തോളം ഏതാണ്ട് സ്നേഹിച്ച് കെട്ടിയതാ.
3 വർഷം എന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. 7 വർഷത്തോളം സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം അപ്പം മനസ്സിലാവുന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. അവൻ എന്തൊക്കെയാണ് അവനെക്കുറിച്ച് പറഞ്ഞിരുന്നതില്ലേ, അപ്പം മനസ്സിലാവുന്ന. എന്നിട്ട് ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കുന്നു. ഈ പയ്യൻ കുഴപ്പക്കാരനാണോ അതോ? പയ്യൻ കുഴപ്പക്കാരനൊന്നുമല്ല. പയ്യൻ ഡീസന്റ് ആള് തന്നെ, ഒരു കുഴപ്പമില്ല. അവനെ സംബന്ധിച്ചോളം സാറിന് അറിയാമല്ലോ, അത്യാവശ്യം ഇതാണ്. പക്ഷേ അവരുടെ വീട്ടിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് മേഘ എന്നോട് പറഞ്ഞത്. ഫാദറുമായിട്ടോ അമ്മയായിട്ടോ. അമ്മയും അച്ഛനും പറയുന്നത് കൂടുതൽ പയ്യനില്ല, അവര് പറയുന്നുള്ളൂ അനുസരിക്കുള്ളൂ, ഇവക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുകയല്ല എന്നുള്ളതാണ് മേഘ പറയുന്നത്. ആൺമക്കളെ വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് അച്ഛനും അമ്മേനെ ഒഴിവാക്കണമെന്നില്ല. അവിടെ അച്ഛനും അമ്മയും മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താ വെച്ചാൽ അപ്പോൾ ആ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രയോറിറ്റി ആ വന്നു കയറുന്ന പെൺകുട്ടിക്കാണ് എന്ന് മനസ്സിലാക്കുക. ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ആ ഒരു കല്യാണം കഴിച്ചുള്ള ഹസ്ബൻഡിൻ്റെ ചുമതല. ഒന്ന്, അവിടെ അവനതിനുള്ള മെച്യൂരിറ്റി കാണിക്കണം. അതേപോലെ തന്നെ ആ പെൺകുട്ടി അത് മനസ്സിലാക്കണം. അപ്പം എല്ലാവരുടെയും കൂടി മ്യൂച്വൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് അഖിലിനെ ഇവള് വേറെ താമസിക്കാൻ വിളിച്ചിട്ടും അഖില് പോയില്ല. പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാന്നാണ് അഖിൽ ഇവളോട് പറഞ്ഞത്. പക്ഷെ ഈ വിവരം ഈ അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ അൺഹാപ്പിയാന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും അത് മുഖവിലേക്ക് എടുത്തില്ല. അങ്ങനെ ഇവള് കാണിച്ച തെറ്റാണ്. യഥാർത്ഥത്തിൽ ഇവള് ചെയ്യേണ്ടിയിരുന്നത് അച്ഛന്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ട് ന്യായമായിട്ട് ബന്ധം ഒഴിയാം, അല്ലെങ്കിൽ ഈ പറയുന്ന പയ്യനെ കെട്ടാം. പക്ഷെ ഇവള് കാണിച്ച മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വേറെ ഒരുത്തനെ പ്രേമിക്കുകയാണ് ഇവള് ചെയ്തത്. ഇറ്റ് ഈസ് നോട്ട് മണ്ടത്തരം, ഇറ്റ് ഈസ് ശുദ്ധ തെമ്മാടിത്തരം. അവരെ എങ്ങനെ പരിചയപ്പെട്ടെന്ന് നമുക്ക് അറിയത്തില്ല. അവള് പറഞ്ഞിട്ടുണ്ട്. അറിയാം. അഖില് പഠിക്കാൻ വിട്ടായിരുന്നു. ഡിഗ്രി എടുക്കാൻ വിട്ടായിരുന്നു. അതായത് മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ വിട്ടായിരുന്നു ഈ കുട്ടിയെ. അപ്പൊ ആ പോകുന്ന ഈ ബസ്സിലെ ഡ്രൈവറായിരുന്നു ഇവൻ ഡെയിലി ബേസിന് നമ്മുടെ എഡ്യൂക്കേഷനെ പോലെ ഓടിക്കുക. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ അല്ലേ? പൈസ കിട്ടും KSRTC. അങ്ങനെയുള്ള ഇതില് ബസ് ഓടിക്കുകയായിരുന്നു. ഇവര് കണ്ടുള്ള പരിചയമാണ്. എന്നിട്ട് ഈ വീട്ടുകാരോട് പോലും ഈ ഇഷ്ടത്തിലായിട്ട് എത്ര കാലമായിട്ട്? കുറെ കാലമായിട്ട് ഇഷ്ടത്തിലാണോ? കുറെ കാലമായെന്നാ ഞാൻ അറിഞ്ഞ, അല്ലെങ്കിൽ ഇങ്ങനെ പോവല്ലോ. അഖിലിന് അറിയായിരുന്നോ? അഖിലിനെ അറിയില്ലായിരുന്നു. ഈ ബന്ധം അറിയില്ലായിരുന്നു. ഇത് പോയി കഴിഞ്ഞാണ് ഇവരെല്ലാം അറിയുന്നത്. എന്നാ എപ്പോഴാ ഒരു പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോയി? പെട്ടെന്ന് ഇവൻ വന്ന് വണ്ടിയും കൊണ്ട് വന്ന് അതെല്ലാരും തൊട്ടടുത്ത വീട്ടിലെ CC ക്യാമറ ആണ് ലീക്കായത്. അഖില് കൊടുത്തതാണോ ഇനിയിപ്പോ അവര് കൊടുത്തതാണോ എന്നൊന്നും അറിയത്തില്ല. ഇവര് പറയുന്ന അഖില് പറഞ്ഞിട്ട് അവര് കൊടുത്തതാന്നൊക്കെയാ, ഇവള് അവരുടെ കയ്യിൽ കേസ് കൊടുക്കാനിരിക്കാന്നൊക്കെയാ മേഘ പറയുന്നത്. എന്നിട്ട് ഈ മേഘ ഇവന്റെ കൂടെ പോയി താമസം തുടങ്ങി. അതെ. മേഘ താമസം തുടങ്ങി. ഈ CCTVയുടെ കേസ് എങ്ങനെയാ വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് CCTV വെക്കാം, പുറത്തേക്ക് നമ്മൾ ഒരിക്കലും മോണിറ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ വെക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ആ വഴിയിലേക്ക് പോലും വെക്കാൻ പാടില്ല, മറ്റുള്ള ആളുടെ പ്രോപ്പർട്ടിയിലേക്ക് വെക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്നു കേട്ടോ. പിന്നെ അവന്റെ ഒരു ചെറിയ വീടും അസൗകര്യമൊക്കെ ആയതുകൊണ്ട് മേഘയ്ക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛനെ വിളിച്ചു. കാര്യങ്ങൾ എനിക്ക് മനസ്സ് തുറന്ന് പറയണമെന്ന് പറഞ്ഞ അവിടെ ഉണ്ടായ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ നേരത്തെ ആകായിരുന്നു സാറേ. ഇത് സംബന്ധിച്ച് മേഘ ചെയ്തത് 100% തെറ്റാന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് മേഘയ്ക്ക് ഇപ്പൊ ഈ ബസ് ഡ്രൈവറുടെ കൂടെ താമസിക്കാൻ താല്പര്യമില്ല? എല്ലാ താല്പര്യമുണ്ട്. അവന്റെ കൂടെ തന്നെയാ അവന്റെ കൂടെ തന്നെയാണ്. പിന്നെ അവിടുന്ന് അതെ. അപ്പൊ അവിടെ സൗകര്യക്കുറവായോണ്ട് അച്ഛൻ അംഗീകരിച്ച് ഇവനെയും കെട്ടി സുഖമായിട്ട്. അവന് സാമ്പത്തികത്തിന്റെ കുറവുള്ളൂ, അച്ഛന് സാമ്പത്തികം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വേറെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ അവനെ ഇവിടെ കൊണ്ടുവന്ന് താമസിച്ച് അവര് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള ഒരു ചുറ്റിക്കളിയാണ് മേഘ നടത്തിയത്. ഈ വേറെ ഒരു ഇതും കൂടെ ഉണ്ട്. ഈ നാണക്കേട് മൊത്തത്തിൽ നാണക്കേടായി പോയില്ലേ. അപ്പൊ മേഘ ഓർത്തു മേഘയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയുള്ള 2 ഫോട്ടോ ഇടുക, എന്നിട്ട് അച്ഛന്റെ വീട്ടിലോട്ടാന്ന് പറഞ്ഞ ആ നാണക്കേട് അങ്ങ് ഒഴിവാക്കുക. അതാണ് ഇവര് തീരുമാനിച്ചത്. അങ്ങനെ അത് ഇയാള് വളരെ നൈസായിട്ട് പൊളിച്ചു കൊടുത്തു. മനോരമയിലും മാതൃഭൂമിയിലും പ്രമുഖ മാധ്യമങ്ങളിൽ വാർത്തയും കൊടുത്തു. ഇവര് കൊടുത്തതാണോ അതോ അവര് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. അതിന്റെ പുറത്ത് ന്യൂസ് ചാനലുകളിലും പല പേജസൊക്കെ റിപ്പോർട്ട് ചെയ്തത് വീട്ടിൽ തിരിച്ചെത്തിയെന്നാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യക്തി പറഞ്ഞിട്ടാണ് പുറത്തറിഞ്ഞത്. ഈ ജനങ്ങളെല്ലാം ഇവര് വിട്ടികളാക്കി. അതിലാണ് എനിക്ക് എതിർപ്പുണ്ടായത്. ഈ അച്ഛൻ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? മേഘയുടെ അച്ഛന്റെ നിലപാട്? അച്ഛൻ പറയുന്നത് എന്ത് ചെയ്യാനാ, ഇനിയിപ്പോ ഈ ബന്ധത്തിൽ സമ്മതിക്കാതെ വേറെ നിവൃത്തിയില്ല. അച്ഛൻ പറഞ്ഞ ഈ പെണ്ണിന്റെ പ്രാന്താണ് അച്ഛന്, അത്ര സ്നേഹമാണ്. അതുകൊണ്ട് അംഗീകരിക്കാന്നുള്ള രീതിയിലാണ് അച്ഛൻ നിൽക്കുന്നത്.
ഓക്കെ. അപ്പം അവളുടെ വീട്ടിലേക്ക് പോയതാണ് എന്ന് വരുത്തി തീർത്ത് ഇപ്പൊ ഉണ്ടാക്കിയ ഒളിച്ചോടി എന്നുള്ള ഇമേജ് മാറ്റം എടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ 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 അങ്ങനെയുള്ള ഒരു കളിക്കാണ് ഇവള് ഇപ്പം അച്ഛന്റെ അടുത്ത് വന്നത്. ഈ അച്ഛന്റെ അതായത് ഇവരുടെ വീട്ടുകാരുണ്ടല്ലോ, ഇപ്പൊ മേഘയുടെ വീട്ടുകാരുമായിട്ട് ജീമോൻ ഇപ്പോഴും ബന്ധവും കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇന്നലെ വിളിച്ചിട്ട് എന്നോട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു വീഡിയോ ആര് പറഞ്ഞു? മേഘ പറഞ്ഞു. മേഘ പറഞ്ഞു എന്നോട്. ആ വോയിസ് ഞാൻ സാറിന് ഇട്ട് തന്നിട്ടുണ്ട്. സംസാരിച്ച വോയിസ് വേണമെങ്കിൽ അതും സത്യസന്ധമായിട്ട് ഞാൻ സംസാരിക്കുന്ന വോയിസ് സാറിന് ഇട്ടിട്ടുണ്ട് വാട്സപ്പില്. ഓക്കെ. എന്നിട്ട് എന്താണ് അവരുടെ അന്നേരം നിങ്ങൾ എന്ത് പറഞ്ഞു? പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ജീമോൻ ചേട്ടൻ അത് ശരിയായില്ല, ജീമോൻ ചേട്ടൻ കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാത്തിനും നിങ്ങളെ ഈ ബന്ധങ്ങൾക്കും പോലീസ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ എന്റെ അച്ഛന്റെ കൂടെ നിന്ന ഒരാളാണ്. പക്ഷെ എന്നോടും കൂടെ ഈ ചതി വേണ്ടായിരുന്നു. ഇതൊരുമാതിരി മനുഷ്യരെയല്ല, ഞാൻ തക്കുള്ളവരെ പൊട്ടം കളിയല്ലേ നീ കാണിച്ചെന്ന് ചോദിച്ചു. അത് ശരിയാട്ടോ. ഇയാള് വളരെ കൃത്യമായിട്ടുള്ള എത്തിക്സ് ഒക്കെ വെച്ചിട്ട് പെരുമാറിയതായിരിക്കണം ഒരു പക്ഷെ അല്ലേ? മേഘയുടെ അച്ഛൻ ഇപ്പൊ എന്ത് പറയുന്നു? ഞാനുമായിട്ട് പിണങ്ങി. ഞാനുമായിട്ട് ഈ അച്ഛനും പിണങ്ങി, മോളും പിണങ്ങി. അച്ഛനും പിണങ്ങി, പിണക്കമായി പോയി. ഞാൻ അവരൊക്കെ പുള്ളി പറയുന്നത് ഇപ്പം മൊത്തം ജനസംസാരം എന്ന് പറഞ്ഞാൽ മോള് ഒളിച്ചു പോയിട്ടില്ല, എനിക്ക് മോളുടെ ഭാവി ജീവൻ തകർത്തുന്നത്. ഇത് ഞാൻ പറയാതെ തന്നെ ലോകം മൊത്തം അറിഞ്ഞല്ലേ സാറേ, ഞാൻ എങ്ങനെ ഭാവി തകർക്കുന്നത്? ശരിയാണ് സാറേ. എല്ലാരും സാറ് പറഞ്ഞിട്ടല്ല അറിഞ്ഞിട്ടുള്ളത്. മുഖത്തേക്ക് വല്ലാതെ വെയിലടിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കുറെ ഒരു കളറും ബാക്കി വേറെ കളറും. ഒളിച്ചു പോയെന്ന് ജീവൻ പറയണ്ടായിരുന്നെന്ന് വാർത്തയിലെല്ലാം ആർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ എന്താണ് മറ്റേ എന്താ പറയാ മാക്സ് ഒക്കെ ഇട്ടിട്ട് എല്ലാം ഇങ്ങനെ ഇറങ്ങി പോണുണ്ടല്ലേ? ഒളിച്ചു പോകണത് പറയണ്ടേ? പക്ഷെ ഇതിന്റെ പിന്നെ നിന്നവര് ഞാൻ അടക്കമുള്ളവരെ മാധ്യമ പ്രവർത്തകരെല്ലാം പൊട്ടന്മാരാക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഒരിക്കലും പറ്റത്തില്ല. ഈ പോയതിനു ശേഷം ഈ മേഘ അഖിലിനെ വിളിച്ചിട്ടുണ്ടോ? അറിയാവോ? അഖിലിനെ വിളിച്ചിട്ടില്ല. അഖിലുമായിട്ട് ഒരു ബന്ധമില്ല. ഇവരൊരു കരാർ ഇട്ട് വെച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനില് അഖിലുമായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വഴി അറിയില്ലെന്ന് പറഞ്ഞു. ഒരു മീഡിയയ്ക്കും മുമ്പിൽ ഇവര് വോയിസ് കൊടുക്കുകയില്ലെന്ന് പറഞ്ഞ് ഒരു കരാറുണ്ട്. അതുകൊണ്ടാണ് മേഘയും അഖിലും നേരിട്ട് വന്ന് ഒന്നും പറയാത്തത്. ഇത്രേ ഉള്ളൂ പ്രശ്നം. ഇത്രേ ചെയ്തുള്ളൂ അല്ലേ? കിലുക്ക സിനിമയില് ഉർവശി പറഞ്ഞ മാതിരി ഞാൻ ഇത്രേ ചെയ്തുള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഇനി പറയാനുള്ള വാചകം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം കാണുന്ന നന്മ മരങ്ങളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അന്യൻ്റെ ഇതിലേക്കൊന്നും എത്തി നോക്കാത്ത, മറ്റുള്ളവരെ പറ്റി ഒരു കുറ്റവും പറയാത്ത, നല്ല രീതിയിൽ മാത്രം പോകുന്ന ചില നന്മ വ്ളോഗർമാർ, നന്മ തുളുമ്പിയിട്ട് ഇങ്ങനെ നടക്കുന്ന കുറേ വ്ളോഗർമാരുണ്ടല്ലോ. നിങ്ങളുടെയൊക്കെ വളരെ ഫേവറേറ്റ് സംഭവങ്ങളല്ലേ മാതൃഭൂമി, മനോരമ, മറുനാടൻ, ഇതേപോലെ കുറച്ച് ആൾക്കാർ ഈ റിയാക്ഷനൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആൾക്കാർക്ക് അവരുടെ ലൈഫിലും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പുറത്ത് ചർച്ച ചെയ്യരുത്. അതും ഇതേമാതിരി ഒതുങ്ങിപ്പോകണം. അത് ഒറ്റ കാര്യമാണ്. എന്ന് വെച്ചിട്ട് ആരും നമ്മൾ ആരുടെയും പ്രൈവസി, ഞാൻ എൻ്റെ ഒരു കാര്യം പേഴ്സണലി പറയാം, നമ്മൾ ആരുടെയും പേഴ്സണൽ പ്രൈവസി കയറിയിട്ട് ഇടിച്ചിട്ട് കാര്യങ്ങൾ തപ്പിത്തന്നെ കണ്ടുപിടിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ മാത്രം സംസാരിക്കണം. ഓക്കെ, എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ്